മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF-ൽ തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നതെന്ന സർവേ ഫലം പങ്കുവെച്ച് ഡോക്ടർ ശശി തരൂർ MP. 28.3% പേരുടെ പിന്തുണ തരൂരിനുണ്ട് എന്നാണ് വോട്ട് വൈബിന്റെ സർവേയിൽ പറയുന്നത്. VD സതീശനെ 15% പേരാണ് പിന്തുണയ്ക്കുന്നത്. അതേസമയം LDF-ൽ കൂടുതൽ പിന്തുണ KK ശൈലജയ്ക്കാണ്. മുഖ്യമന്ത്രി സ്ഥാനം ആർക്കും ആഗ്രഹിക്കാം എന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. ഒന്നാമത്തെ ഭാഗം UDF-ന്റെ മുഖ്യമന്ത്രി വരും എന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷ ആളുകളും കണ്ടെത്തി. അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. ആത്മവിശ്വാസം ഞങ്ങൾക്ക് നിലമ്പൂരിൽ നിന്ന് കിട്ടി, അല്ലെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനോട് യോജിക്കുന്നു. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി ആരെന്നുള്ളത് അന്ന് അതിൻ്റേതായ നടപടിക്രമങ്ങളനുസരിച്ച് കീഴ്വഴക്കങ്ങളനുസരിച്ച് MLA-മാരും ആയിട്ട് ആലോചിച്ച് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആരാണ് അയോഗ്യൻ? അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, വോട്ട് വൈബ് സർവേ ആണ് ഈ സർവേ നടത്തിയത്. അതിന്റെ ഫലം പങ്കുവെച്ചത് ശശി തരൂരാണ്, അല്ലെങ്കിൽ അതിന് കൂടുതൽ പബ്ലിസിറ്റി ഇട്ടത് ശശി തരൂർ പങ്കുവെച്ചപ്പോഴാണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് തരൂർ ഉദ്ദേശിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാവുകയാണ്. അതിനോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. KPCC അധ്യക്ഷൻ തന്നെ പറയുന്നത് ആരും അയോഗ്യരല്ല, എല്ലാവരും അതിന് അർഹരാണ് എന്നൊക്കെയുള്ള പ്രതികരണം നടത്തിയെങ്കിലും എന്താണ് തരൂരിന്റെ അടുത്ത നീക്കം എന്ന് ഇതിലൂടെ അനുമാനിക്കാൻ കഴിയുന്നുണ്ടോ അജീഷ്? എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കുറച്ച് ദിവസം കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയുണ്ടായിരുന്നു. ആരാണ് അടുത്ത മുഖ്യമന്ത്രി, ആരാണ് ക്യാപ്റ്റൻ എന്ന തരത്തിലായിരുന്നു അന്നത്തെ ചർച്ചയൊക്കെ വന്നത്. അന്ന് VD സതീശനൊക്കെ പറഞ്ഞത് താൻ ക്യാപ്റ്റനും രമേശ് ചെന്നിത്തല മേജറും എന്നൊക്കെ അന്ന് തമാശ രൂപേണ അത് പറഞ്ഞു പോയി. പിന്നീട് അത് വലിയ രീതിയിൽ ചർച്ചയാവാതെ അവസാനിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിനകത്തൊരു മുഖ്യമന്ത്രി ചർച്ച തരൂരായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് തരൂരിനെ പുകഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ തരൂര് മുഖ്യമന്ത്രിയാകാൻ സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു സർവേ ഫലം, ആ സർവേ ഫലം പങ്കുവെച്ചുകൊണ്ടാണ് തരൂരും വീണ്ടും ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരള വോട്ട് വൈബ് എന്നുള്ളൊരു ഏജൻസിയാണ്, ഒരു സ്വകാര്യ ഏജൻസിയാണ് ഇത്തരത്തിലൊരു സർവേ നടത്തിയത് എന്ന് പറയുന്നത്. അതൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ വരുന്നു. ആ വെബ്സൈറ്റിലെ വാർത്ത തരൂര് എക്സ്പോസ്റ്റിൽ പങ്കുവെച്ചുകൊണ്ടാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടിരുന്നത്. കൂപ്പുകൈ ഒരു ഇമോജിയോടെയാണ് തരൂര് ഈ വാർത്ത പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഉപദ്രവിക്കരുത്, തന്നെ വിടണമെന്നുള്ള തരത്തിലൊരു അർത്ഥം മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇത് ചർച്ചയാവണം, വീണ്ടും കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകണം തുടങ്ങിയ ചർച്ചകൾ വീണ്ടും സജീവമാകണമെന്നൊരു ഉദ്ദേശത്തോടെ പങ്കുവച്ചത്. അങ്ങനെയാണ് തരൂര് വീണ്ടും ഒരു വിവാദത്തിന് കോൺഗ്രസിനകത്ത് തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷൻ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്, എന്തായാലും ഈ സർവേ ഫലം പോസിറ്റീവായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. കാരണം ഭരണവിരുദ്ധ തരംഗം കേരളത്തിലുണ്ട്, അത് കോൺഗ്രസിന് അനുകൂലമാണ്. അടുത്തൊരു UDF മുഖ്യമന്ത്രി കേരളത്തിൽ വരുമെന്ന കാര്യത്തിൽ ഈ സർവേ ഫലം തന്നെ തെളിവാണ്. അടുത്ത അധികാരത്തിൽ വരുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയോടെയും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ചോദിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കളോട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നമ്മൾ തേടേണ്ടതുണ്ട്. അതിൽ അവരുടെ മറുപടി എന്തായിരിക്കുമെന്നുള്ളതാണ് ഏറെ കൗതുകം. ശരി, അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് കേസിൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NCBയിൽ നിന്ന് കേസിന്റെ വിശദാംശങ്ങൾ തേടി. പ്രതി എഡിസൺ നടത്തിയ ലഹരി ഇടപാടുകളുടെ മറവിലെ കള്ളപ്പണം വെളുപ്പിക്കലിലാണ് അന്വേഷണത്തിന് ED ഒരുങ്ങുന്നത്. ശ്യാം കുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, വലിയ കേസാണ് ഇപ്പോൾ ഈ NCB നേരത്തെ എടുത്ത ഈ ഡാർക്ക് നെറ്റ് വെബ് വഴിയുള്ള ലഹരി ഇടപാടുകൾ. പക്ഷേ അതിലിപ്പോൾ ED കൂടി വരുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലം കൂടി കൈവരുന്നു. എന്താണ് ED ഇതിൽ സംശയിക്കുന്നത്? പ്രജിൻ, ഈ കേസിൽ ഒരേ സമയം രണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു എന്നത് തന്നെ ഒരു പ്രത്യേകതയാണ്. അതിലുപരിയായിട്ട് ED അന്വേഷണം നടക്കുന്നത് ഈ എഡിസൺ എന്ന് പറയുന്നയാൾ ഡാർക്ക് നെറ്റ് വഴി ലഹരി ഇടപാട് നടത്തുകയും അതിൽ നിന്ന് സമ്പാദിച്ച പണം അത് കള്ളപ്പണം ഇടപാടായിരുന്നു എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതാണ് EDയുടെ പരിഗണനയിലുള്ള രണ്ടാമത്തെ വിഷയം. ഈ രണ്ട് വിഷയങ്ങളിലുമാണ് ED NCBയോട് വിവരങ്ങൾ തേടിയിരിക്കുന്നത്. കേസിൽ നിലവിൽ ശേഖരിച്ച വിവരങ്ങൾ നൽകണമെന്ന് ED ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 10 കോടി രൂപയിലേറെ ലഹരി ഇടപാടിലൂടെ എഡിസൺ സ്വന്തമാക്കിയെന്ന് NCB ആദ്യം കണ്ടെത്തിയിരുന്നു. അതിനു പുറകെ മൊഴി നൽകിയപ്പോൾ എഡിസൺ തന്നെ പറഞ്ഞത് ഏറ്റവും അവസാനമായി 25 കോടി രൂപയുടെ ലഹരി കച്ചവടം നടത്താനാണ് താൻ പദ്ധതിയിട്ടത്. അതിന്റെ നടപടികൾ നടന്നു വരുമ്പോഴാണ് NCB സംഘം തന്നെ പിടികൂടിയത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് ഈ കേസിൽ ഇടപെടുകയും കേസിന്റെ വിശദാംശങ്ങൾ NCBയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ശ്യാം കുമാറാണ് വിവരങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ നിന്നും.